Hi all, welcome to my another video of electric system design. We will discuss in the fifth module. Now, fifth module the poor topics we will discuss. Now, videos videos video. Problems lighting number, illuminated numbers calculation methods calculations and problems discuss. Okay, we will this channel to get more videos like this and subscribe to the bell button. This channel upload videos. Lighting calculations. Lighting design is the process of selecting the right kind of luminosity to produce light of the required quantity and the quality at the right location. This type of light is correct quality, quantity. This is lighting calculation. All light designs are related to two major components. One, quantity of lighting, and the quality of lighting. These two dependent mainly. While the quantity required is an unavoidable one, quality is also plays an important role. അപ്പോൾ ക്വാണ്ടിറ്റി നമുക്ക് ഒരു അൺഅവൈലബിൾ ഇപ്പോൾ 10 ബൾബ് ഉണ്ട് 10 ബൾബ് തന്നെ നമ്മൾ ഇടണം. പക്ഷേ ഈ ക്വാളിറ്റി എന്ന് പറയുന്നത് ഈക്വൽ ഇമ്പോർട്ടൻസ് തന്നെയാണ്. അത് നമ്മൾ ചൂസ് ചെയ്യുന്നതനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. പിന്നെ പക്ഷേ ബൾബ് ക്വാണ്ടിറ്റി നമുക്ക് എന്തായാലും ഒഴിവാക്കാൻ പറ്റില്ല. There are two basic technologies to determine the quantity of the luminosity. അപ്പോൾ എത്ര ലാംപ്സ് നമുക്ക് ഇടണം അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ട് മെത്തേഡ്സ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഒന്ന് പോയിന്റ് ബൈ പോയിന്റ് മെത്തേഡും ഒന്ന് ആവറേജ് ലൂമിന മെത്തേഡ് എന്ന മെത്തേഡാണ് നമ്മൾ ഉപയോഗിക്കാറ്. അപ്പോൾ ഇത് വെച്ച് കാൽക്കുലേഷൻ ചെയ്താൽ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും എത്ര ലാംപ്സ് നമ്മൾ പ്ലേസ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ റൂംസും കാര്യങ്ങളും എല്ലാം നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടാവുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ പറയാൻ പോകുന്നത് പോയിന്റ് ബൈ പോയിന്റ് മെത്തേഡിനെ കുറിച്ചിട്ടാണ്. ദിസ് മെത്തേഡ് പെർമിറ്റ് the determination of illumination level due to one or more point sources at a specific point with an area. അപ്പോൾ ഒന്നോ രണ്ടോ നമ്മുടെ പോയിന്റ് സോഴ്സസ് ആയിരിക്കണം ഉള്ള ഒരു സംഭവം വെച്ചിട്ടാണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് മെയിൻലി. അപ്പോൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്യണം എങ്ങനെയാണ് ദ ഇൻവേഴ്സ് സ്ക്വയർ ലോ ഈസ് മെയ്ഡ് യൂസ് ഫോർ ദിസ്. മെയിൻലി അത് പറയാൻ വേണ്ടി നമ്മൾ ചെയ്തിരിക്കുന്നത് ഇൻവേഴ്സ് സ്ക്വയർ ലോ ആണ്, വിച്ച് സ്റ്റേറ്റ്സ് ദ illumination of a point on a surface is perpendicular to the light ray is equal to the luminous intensity of the source at the point divided by the square of the distance between the source and the point of calculation. അപ്പോൾ ഇവിടെ നമ്മളത് ഉപയോഗിച്ചിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇൻവേഴ്സ് സ്ക്വയർ ലോ തന്നെയാണ്. അതായത് നമ്മുടെ ആ ഇ എന്ന് പറയുന്ന വാല്യൂ ലൂമിനസ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എടുക്കുന്നത് ഇ ഈസ് ഈക്വൽ ടു ഐ എന്ന് പറയുന്നത് നമ്മുടെ ഇലൂമിനസ് ഇൻറ്റൻസിറ്റിയാണ്. നമ്മൾ ഉപയോഗിക്കുന്ന പോയിൻ്റ് സോഴ്സിൻ്റെ ഇൻറ്റൻസിറ്റിയാണ് നമ്മൾ ഐ എന്ന് പറയേണ്ടത്. ഇറ്റ് ഈസ് ഡിവൈഡഡ് ബൈ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. അതായത് പോയിൻ്റ് സോഴ്സും അതേപോലെ എവിടെയാണ് ഈ വെളിച്ചം വന്ന് വീണ ആ ഒരു ഭാഗം അതിനാണ് ആ ഡിസ്റ്റൻസ് നമ്മൾ ഡി എന്ന് പറയുക, അതിൻ്റെ സ്ക്വയർ. So the equation will be E equal to I divided by D square, where I is the luminous intensity in candela. Candela value ആണ് I എന്ന് പറയുന്നത്. D is equal to the distance in meters between the source and the point of calculation. ഏത് പോയിൻ്റാണ് നമ്മൾ എടുക്കുന്നത്, അതായത് ഈ ലൈറ്റ് വന്ന് വീണ വെളിച്ചത്തിൻ്റെ ആ ഭാഗം പ്ലേസ് നമ്മുടെ അവിടെ മുതൽ നമ്മുടെ ഈ ലൈറ്റിൻ്റെ പോയിൻ്റ് അതിനാണ് നമ്മൾ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഡി എന്ന് പറയേണ്ടാവും. സോ വളരെ സിമ്പിൾ ഇക്വേഷൻ ആണ് E equal to I divided by D square. If the surface is not perpendicular to the light ray, suitable trigonometric functions can be used. അപ്പോൾ ഇത് ഡയറക്റ്റ്ലി എബവ് അല്ല എന്ന് വിചാരിക്കുക, അതായത് 90 ഡിഗ്രി അല്ല, നേരിട്ട് എബവ് ആണെങ്കിൽ മാത്രമാണ് നമ്മൾ ഈക്വൽ ടു ഐ ഡിവൈഡ് ബൈ ഡി സ്ക്വയർ ഉപയോഗിക്കാറുള്ളൂ. സപ്പോസ് വല്ല ആംഗിൾ ഉണ്ടെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫിഗർ നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും ലൈറ്റ് ഇവിടെയും നമ്മൾ ഉദ്ദേശിക്കുന്ന പോയിൻ്റ് ഇവിടെയാണ് വരുന്നത്. അപ്പോൾ അത് ഡയറക്റ്റ് 90 ഡിഗ്രി അല്ല, ചെരിഞ്ഞിട്ടാണ് വന്നേക്കുന്നത് ഇവിടുന്ന്. അപ്പോൾ ഈ ഒരു ആംഗിൾ ഇവിടെ ഡെവലപ്പ് ആവും, തീറ്റ എന്ന് പറഞ്ഞിട്ട്. സോ അപ്പോൾ നമ്മൾ കൊസൈൻ ആംഗിളും കൂടി നമ്മളിവിടെ കൺസിഡറേഷൻ ചെയ്യേണ്ടാവും. അതായത് when a light arrives at a point on a horizontal surface at an angle. അപ്പോൾ ഒരു ഹൊറിസോണ്ടൽ സർഫസിലെ ഒരു പെർട്ടിക്കുലർ ആംഗിളിലാണ് നമ്മുടെ ലൈറ്റ് വരുന്നത് എങ്കിൽ നമ്മൾ കോസ് തീറ്റയുടെ ഇതും കൂടി എടുക്കും, അതായത് ആ കറസ്പോണ്ടിങ് ആംഗിൾ നമ്മൾ കണ്ടുപിടിച്ചിട്ട് തീറ്റ എന്നാക്കുന്നു. അപ്പോൾ ഇലൂമിനസ് ഈസ് ഈക്വൽ ടു ഐ തീറ്റ കോസ് തീറ്റ ഡിവൈഡ് ബൈ ദ ഡി സ്ക്വയർ. അപ്പോൾ ഡി എന്ന് പറയുന്നത് ഈ ഒരു പൊസിഷൻ നമ്മൾ ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കേണ്ടത്. ഓക്കെ, ഡി എന്ന് പറയുന്നത് ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മൾ ആംഗിൾ വെച്ച് വരുമ്പോൾ നമ്മൾ എടുക്കുന്ന ഇക്വേഷൻ ഈസ് ഈക്വൽ ടു ഐ കോസ് തീറ്റ ഡിവൈഡ് ബൈ ഡി സ്ക്വയർ. ഇപ്പോൾ 90 ഡിഗ്രിയുടെ ഇതാണെങ്കിൽ ഈ ഈക്വൽ ടു ഐ ഡിവൈഡ് ബൈ ഡി സ്ക്വയർ മാത്രമേ നമ്മൾ എടുക്കുള്ളൂ. നമുക്കപ്പോൾ ഇത് വെച്ചിട്ട് പ്രോബ്ലം നോക്കാം. എ പോയിന്റ് സോഴ്സ് പ്രൊഡ്യൂസസ് 3000 കാൻഡില ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ ഇൻട്രസ്റ്റ്. നമുക്ക് ആവശ്യമുള്ള ഭാഗത്ത് നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 3000 ആണ്. ദ ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റ് വിത്ത് റെസ്പെക്ട് ടു ദ വെർട്ടിക്കൽ ഈസ് 90 ഡിഗ്രി. അപ്പോൾ 90 ഡിഗ്രി ആ തീറ്റയുടെ വാല്യൂ തന്നിട്ടുണ്ട്. ഡിറ്റർമിൻ ദ ലൂമിനൻസ് അറ്റ് ദ പോയിന്റ് 5 മീറ്റർ എവേ
ഫ്രം ദ ലൈറ്റ് സോഴ്സ്. അപ്പോൾ ഒരു 5 മീറ്റർ അകലെയുള്ള ആ കറസ്പോണ്ടിങ് വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് നോക്കി നോക്കാം. അതായത് ലൂമിനസ് ഇയുടെ ഇക്വേഷൻ നമുക്കറിയാം I cos θ ഡിവൈഡ് ബൈ d സ്ക്വയർ ആണ്. അപ്പോൾ ഡിയുടെ വാല്യൂ നമുക്കറിയാം 5 മീറ്റർ അകലെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ നമ്മുടെ ആംഗിൾ നമുക്ക് 30 തന്നിട്ടുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ നമ്മുടെ ഐയുടെ വാല്യൂ നമുക്ക് 3000 എന്ന പൊസിഷനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ആ കറസ്പോണ്ടിങ് വാല്യൂ, അതായത് ക്യാൻഡിലയിൽ തന്നേക്കുന്ന വാല്യൂ 3000 എന്നറിയാം. അപ്പോൾ 3000 ഡിവൈഡ് ബൈ 5 സ്ക്വയർ കോസ് തീറ്റയ്ക്ക് പകരം നമ്മൾ 30 കൊടുക്കുന്നു. ഓക്കെ, നമുക്ക് എന്ത് കിട്ടി? 103.92 ലക്സിലാണ് നമുക്ക് ഈയുടെ യൂണിറ്റ് വരുന്നുണ്ടാവുക. അപ്പോൾ ദിസ് മെത്തേഡ് ഈസ് വെരി സിമ്പിൾ. എ നമ്പർ ഓഫ് അസംഷൻസ് മെയ്ഡ് ഇൻ ദിസ് കാൽക്കുലേഷൻ ലിമിറ്റ് ആസ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ. അപ്പോൾ ഇത് വളരെ ഒരു സിമ്പിൾ ടൈപ്പ് പ്രോബ്ലമാണ്. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ വെച്ചാൽ നമ്മൾ ചെയ്തേക്കണം മെയിൻലി. ഓക്കെ, അപ്പോൾ ഈ പോയിൻ്റ് ബൈ പോയിൻ്റ് മെത്തേഡിൽ കുറച്ച് പോയിൻറ്റ്സ് പറയാനുണ്ട്. അതായത് ഈ ഒരു മെത്തേഡ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് ആകെ പോയിൻ്റ് സോഴ്സുകൾ വരുന്ന കേസുകളിൽ മാത്രമാണ്. അതായത് ദിസ് ഫോർമുല ഈസ് ഓൺലി ട്രൂ ഫോർ ദ പോയിൻ്റ് സോഴ്സസ് ഫോർ ലൂമിനാരിറ്റീസ് വിത്ത് അസിമെട്രിക്കൽ കാൻഡിൽ പവർ ഡിസ്ട്രിബ്യൂഷൻ. അതായത് ചില ബൾബ്സിന് അസിമെട്രിക്കലായിട്ടുള്ള കാൻഡിൽ പവർ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും. അപ്പോൾ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റണമെന്നില്ല. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ കർവ് ഈസ് റിക്വയർഡ് ഫോർ ഡൂയിങ് ദിസ് കാൽക്കുലേഷൻസ്. അപ്പോൾ ആ ഡിസ്ട്രിബ്യൂഷൻ കർവ് നോക്കിയിട്ട് നമുക്ക് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്ലിക്കേഷൻ വിത്ത് റോസ് ഓഫ് ഫ്ലൂറസെൻറ്റ് ലാംപ്സ് വിൽ ബി അൺസ്യൂട്ടബിൾ. അപ്പോൾ ഫ്ലൂറസെൻറ്റ് ലാംപ്സ് ഒക്കെ കുറേ റോ ഒക്കെ ആയിട്ട് വെച്ചിട്ടുള്ള രീതിയിലൊക്കെ വെച്ചിട്ട് ചെയ്യാൻ വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇത് വെച്ച് ചെയ്യാൻ കഴിഞ്ഞാൽ. ആൻഡ് അപ്ലിക്കേഷൻ ഓഫ് ദിസ് മെത്തേഡ് ഫോർ ഇൻറ്റീരിയർ ലൈറ്റിംഗ് വിത്ത് നമ്പർ ഓഫ് ലൂമിനാരിറ്റീസ്. അത് കുറേ ബൾബിൻ്റെ എണ്ണം കൂടുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്ക് വല്ല കമ്പ്യൂട്ടേഴ്സോ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് കാൽക്കുലേഷൻസ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. സിൻസ് ദ കോൺട്രിബ്യൂഷൻ ഓഫ് ലൂമിനാരിറ്റി അറ്റ് ഈച്ച് ലൊക്കേഷൻ മസ്റ്റ് ബി അനലൈസ് ഫോർ ഓൾ പോയിൻറ്റ്സ് ഇൻ ദ റൂം. അപ്പോൾ ഓരോ പെർട്ടിക്കുലർ പോയിന്റ് എടുത്തിട്ട് അവിടുത്തെ ഡിസ്റ്റൻസും കാര്യങ്ങളും കാൽക്കുലേഷൻ ചെയ്തിട്ടൊക്കെ വേണം നമ്മളെ വാല്യൂസും കണ്ടൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ദിസ് മെത്തേഡ് ഡസ് നോട്ട് ടേക്ക് ഇൻ ടു അക്കൗണ്ട് സർഫസ് ഇൻ്റർ റിഫ്ലക്റ്റൻസ്. അപ്പോൾ റിഫ്ലക്റ്റ് ചെയ്ത് വരുന്ന വെളിച്ചോ കാര്യങ്ങളോ സംഭവങ്ങളോ ഒന്നും തന്നെ ഇത് അക്കൗണ്ടിലേക്ക് എടുക്കില്ല. അതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള പോരായ്മകളും സംഭവങ്ങളൊക്കെ. ഓക്കെ, ദിസ് മെത്തേഡ് ഈസ് മോസ്റ്റ് സൂട്ടബിൾ ഫോർ ലാർജ് ഏരിയാസ് എസ്പെഷ്യലി ഔട്ട്ഡോർ ലൈറ്റിംഗ് വേർ എ ഫ്യൂ ലൂമിനാരിറ്റീസ് ആർ ഇൻവോൾവ്. അപ്പോൾ പുറത്തൊക്കെയാണ് മെയിൻലി ഇത് ഉപയോഗിക്കേണ്ടത്. അത് ഔട്ട് സൈഡ് നമ്മുടെ സൈഡിലൊക്കെ അവിടെയൊക്കെ 1-2 ലാംപ്സ് ഒക്കെ ഉണ്ടാവുള്ളൂ. അധികം നമുക്ക് ബൾബ്സ് അധികം ഇടേണ്ട ആവശ്യം ഉണ്ടാവില്ല. കുറച്ച് നല്ല വലിയ ബൾബും കാര്യങ്ങളൊക്കെ ഇട്ടുകൊടുത്താൽ തന്നെ ഫുള്ള് നമുക്ക് ലൈറ്റപ്പ് ചെയ്യാൻ പറ്റും. വേർ നോ സർഫസ് റിഫ്ലക്റ്റൻസ് ആർ ടു ബി അക്കൗണ്ട്. അപ്പോൾ അവിടെയൊക്കെ ആണെങ്കിൽ റിഫ്ലക്റ്റ് ചെയ്ത് വരാൻ ചാൻസ് വളരെ കുറവാണ്. ഇപ്പോൾ റൂമിലേക്കാണെങ്കിൽ റിഫ്ലക്റ്റൻസ് കണക്ക് വരാൻ ചാൻസ് കൂടുതലാണ്. ഇറ്റ് ക്യാൻ ഓൾസോ ബി യൂസ്ഡ് എഫക്റ്റീവ്ലി ഇൻ ഇൻറ്റീരിയർ where the task lighting is to be calculated on the surface written by a few luminarities. അപ്പോൾ കുറച്ച് ബൾബുകളും അതേപോലെ തന്നെ നെഗ്ലിജിബിൾ സർഫസ് റിഫ്ലക്റ്റൻസ് ഒക്കെ ഉള്ള റൂംസിലേക്കാണ് നമുക്കത് ഉപയോഗിക്കണമെങ്കിൽ നമുക്കങ്ങനെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ കുറച്ച് ലാമ്പുകളും അതേപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ എഡ്ജുകളുണ്ടല്ലോ, നമ്മുടെ റൂംസിൻ്റെ സീലിങ്ങും അതേപോലെ തന്നെ വാളും കാര്യങ്ങളൊക്കെ റിഫ്ലക്റ്റ് ചെയ്യാത്ത മെറ്റീരിയലൊക്കെ വെച്ചിട്ടാണെങ്കിൽ നമുക്കിത് കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് പോയിന്റ് ബൈ പോയിന്റ് മെത്തേഡിൻ്റെ പ്രത്യേകത. ഓക്കെ, അടുത്ത ഒരു ടൈപ്പ് കാൽക്കുലേഷൻസ് ആണ് ആവറേജ് ലൂമിന മെത്തേഡ് എന്ന് പറയുന്നത്. ദിസ് മെത്തേഡ് ഓഫേഴ്സ് മച്ച് മോർ സിംപ്ലിഫൈഡ് വേ ടു കാൽക്കുലേറ്റ് ആൻ ആവറേജ് യൂണിഫോം ലൂമിനൻസ് ലെവൽ ഓൺ എ പ്ലെയിൻ ഇൻറ്റീരിയേഴ്സ്. അപ്പോൾ ഇൻറ്റീരിയർ സൈഡിലൊക്കെ മെയിൻലി നമ്മൾ ഈ ടൈപ്പ് ഓഫ് കാൽക്കുലേഷൻസ് ആയിരിക്കും നമ്മൾ മെയിൻലി ചെയ്യേണ്ടത്. ദിസ് മെത്തേഡ് ടേക്ക് ഇൻ ടു അക്കൗണ്ട് ദ എഫക്റ്റ് ഓഫ് ദ സർഫസ് റിഫ്ലക്റ്റൻസ്. അപ്പോൾ ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നതാണ് ഇത് നമ്മുടെ സർഫസ് റിഫ്ലക്റ്റൻസ് കൂടി കൺസിഡറേഷൻ ചെയ്യും. ആൻഡ് ഓഫേഴ്സ് എ സിംപ്ലിഫൈഡ് ആൻഡ് ആക്യുറേറ്റ് മെത്തേഡ് ഓഫ് ക്വാണ്ടിറ്റി ഇവാലുവേഷൻ ഫോർ ദ ഇൻറ്റീരിയേഴ്സ്. അപ്പോൾ കുറച്ചുകൂടി നല്ല ആക്യുറേറ്റ് ആയിട്ടുള്ള നമുക്ക് ഔട്ട്പുട്ടാണ് കിട്ടുന്നുണ്ടാവുക. ദിസ് മെത്തേഡ് ഈസ് ഡെവലപ്ഡ് ഫ്രം ദ ബേസിക് ഡെഫിനിഷൻ ഓഫ് ലക്സ്. അപ്പോൾ ലക്സിൻ്റെ ബേസിക് ഡെഫിനിഷനിൽ നിന്നാണ് ഇത് ഡെവലപ്പ് ചെയ്തേക്കുന്നത്. 1 lux ഈസ് ദ ലൂമിനൻസ് ഓൺ ദ സർഫസ് ഓഫ് 1 square meter ഹാവിങ് എ ലൈറ്റ് ഫ്ലക്സ് ഓഫ് 1 lumina. അപ്പോൾ ആ ഒരു ഈക്വേഷൻ നിന്നാണ് ഇത് ബേസിക്കലി ഉണ്ടായിരിക്കുന്നത്. അതായത് ലൂമിനസ് E is equal to L/A. L എന്ന് പറയുന്നത് ലൂമിനസ് ഫ്ലക്സ് ഇൻ ലൂമിനാണ്. അതേപോലെ തന്നെ എ ഈസ് ദ ഏരിയ ഇൻ സ്ക്വയർ മീറ്റേഴ്സ്. അത് മീറ്റർ സ്ക്വയറുള്ള ഏരിയ ആണ് എ എന്ന് പറയുന്നത്. അപ്പോൾ E ഈക്വൽ ടു L/A എന്ന് കിട്ടി. ഇൻ റിയാലിറ്റി ഓൾ ലൂമിന ഫ്ലക്സ് ജനറേറ്റഡ് ബൈ ദ ലാംപ്സ് വിൽ ബി നോട്ട് ഫോൾ ഓൺ ദ വർക്ക് പ്ലെയിൻ. അപ്പോൾ നമുക്കറിയാം എന്തായാലും ശരിക്കും ലാമ്പ് പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ വെളിച്ചവും നമുക്ക് ആവശ്യമുള്ള സ്ഥലത്തേക്ക് വരണമെന്നില്ല. കുറച്ചൊക്കെ വേറെ എവിടെയെങ്കിലും പോകാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ലൈക്ക് ലൂമിന, കാൻഡിൽ പവർ ഡിസ്ട്രിബ്യൂഷൻ, എഫിഷ്യൻസി, റൂമിൻ്റെ സൈസ്, ഷേപ്പ്, സർഫസ് റിഫ്ലക്റ്റൻസ്, അതിൻ്റെ ഹൈറ്റ്, മൗണ്ടിങ് ഹൈറ്റ്, ഈ കാര്യങ്ങളൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. എത്രത്തോളം വെളിച്ചം നമുക്ക് അടിയിലേക്ക് വരിക, നമുക്ക് ആവശ്യമുള്ളത്തേക്ക് വരിക എന്നുള്ളത്. ദ എഫക്റ്റ് ഓഫ് ദ ടോട്ടൽ നമ്പർ ഓഫ് ലൂമിന റീച്ചിങ് ഓൺ ദ വർക്ക് പ്ലെയിൻ വിൽ ബി അത് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അത് ഈ ഫാക്ടേഴ്സിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുകയും ചെയ്യും.
Thus the formula is to be multiplied by a coefficient of utilization. അപ്പോൾ അങ്ങനെയാണ് CU എന്ന് പറയുന്ന ഒരു ടൈം, അതായത് കോഫിഷ്യൻ്റ് ഓഫ് യൂട്ടിലൈസേഷൻ നമ്മുടെ ഈ ഇക്വേഷനിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പോൾ നമ്മുടെ ഈക്വേഷൻ ചെറുതായിട്ടൊന്ന് മാറ്റി നമ്മൾ E=L × CU / A എന്നാക്കി മാറ്റുന്നു. ദിസ് ഹവർ ഈസ് ദ ഇനീഷ്യൽ ലൂമിനസ് ലെവൽ. അപ്പോൾ ഇനീഷ്യലായിട്ട് നമുക്ക് ലാമ്പിൽ നിന്ന് വരുന്ന വെളിച്ചം കാര്യങ്ങൾ നമുക്ക് എത്ര ലെവൽ എന്നുള്ളത് ഈ ഒരു ഈക്വേഷൻ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. കാരണം കോഫിഷ്യൻ്റ് ഓഫ് യൂട്ടിലൈസേഷൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയുണ്ട്. ഓക്കെ, അടുത്ത വേറെ ഫാക്ടറാണ് നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത്, അതായത് LLF എന്ന് പറയും, ലൈറ്റ് ലോസ് ഫാക്ടർ. അപ്പോൾ ലാംപ്സ് ആർ ഈവൺ ദ സർഫസ് വിൽ ബി അക്യുമുലേറ്റഡ് ഡസ്റ്റ് ഓവർ എ പീരീഡ് ഓഫ് ടൈം. അപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞ് നമുക്കറിയാം ഏത് ലാമ്പായാലും പൊടി വരും. അപ്പോൾ ലാമ്പിൻ്റെ ലൂമിൻ ഔട്ട്പുട്ട് കുറയും അക്കോർഡിംഗ് ടു ദ ടൈം. അതേപോലെ ഏജ്ഡ് ആവും ലാംപ്സൊക്കെ. അപ്പോൾ ആ ഒരു ഫാക്ടർ കൂടി നമ്മൾ കൺസിഡറേഷൻ ചെയ്യുമ്പോൾ അടുത്തത് ടു ഒബ്റ്റെയിൻ ദ മെയിൻ്റെനൻസ് ഇലൂമിനേഷൻ ലെവൽ ദ ഫോർമുല മസ്റ്റ് ബി നൗ മൾട്ടിപ്ലൈ വിത്ത് ലൈറ്റ് ലോസ് ഫാക്ടർ. അപ്പോൾ നമ്മുടെ മെയിൻ്റനൻസും കാര്യങ്ങളും കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു വാല്യൂ ഉണ്ടാക്കിയത് ടു അക്കൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ ഇൻ ലൈറ്റ് ഔട്ട്പുട്ട്. അപ്പോൾ എത്രത്തോളം അളവ് കുറയുന്നു ലൈറ്റിൻ്റെ ആ ഒരു വാല്യൂ കൂടി നമ്മൾ കൺസിഡർ ചെയ്യാൻ വേണ്ടി LLF ലൈറ്റ് ലോസ് ഫാക്ടറും കൂടി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ അവർ ഈക്വേഷൻ വിൽ ബിക്കം L × CU × LLF / A. നെക്സ്റ്റ് എന്ന് പറയുന്നത് N, അതായത് N വിൽ റെപ്രസെൻറ്റ് ദ ടോട്ടൽ നമ്പർ ഓഫ് ലൂമിന പ്രൊഡ്യൂസർ ബൈ ഓൾ ലൂമിനാരിറ്റീസ് ഇൻ എ റൂം. അപ്പോൾ ദ ഫോർമുല ക്യാൻ ബി മോഡിഫൈഡ് ആസ്, അപ്പോൾ N എന്ന് പറയുന്നൊരു ടൈം, അതായത് ടോട്ടൽ നമ്പർ ഓഫ് ലൂമിനാർ പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഓൾ ലൂമിനാർ. ലൂമിനാർ എന്ന് ഉദ്ദേശിച്ചത് ലാംപ്സ് ആണ് ഉദ്ദേശിച്ചത്. ലൂമിനാർ എന്ന് പറഞ്ഞാൽ ലാമ്പാണ് ഒരു റൂമിലത്തെ നമ്പർ ഓഫ് ലാംപ്സ്, ടോട്ടൽ നമ്പർ ഓഫ് ലാംപ്സിനാണ് നമ്മൾ N എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ E=LN × N × CU × LLF / A. ഈ ഒരു ഈക്വേഷൻ നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. N എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു നമ്പർ ഓഫ് ലൂമിനാർ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ബൾബ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ലാമ്പ് എന്നുള്ള മീനിങ് ആണ് പറയുന്നത്. ദെൻ ഈ LN എന്നുള്ളത് ഇനീഷ്യൽ ലൂമിൻ ഔട്ട്പുട്ട് പെർ ലൂമിനാർ, അതായത് എല്ലിൻ്റെ വാല്യൂ എല്ലാം നമുക്കത് ക്വസ്റ്റ്യൻ ചിലപ്പോൾ തന്നിട്ടുണ്ടാകും, ഡിപ്പെൻഡ് ചെയ്യായിരിക്കും, ഓരോ വാല്യൂസും കാര്യങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇത് നമ്മൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് N. അപ്പോൾ N മാത്രം നമ്മൾ ഇവിടെ നിർത്തി ബാക്കിയുള്ള എല്ലാ ടേംസിനും നമ്മൾ എന്ത് ചെയ്യുന്നു, ഇപ്പുറത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ വി ക്യാൻ ഫൈൻഡ് ദ നമ്പർ ഓഫ് ലാംപ്സ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ലൂമിനാർ. സോ N = A × E / LN × CU × LLF. From this above equation, it is observed that for a given level of luminaire and area, the only means of reducing the number of luminaire is by using the highest value of LN, CU and LLF. അപ്പോൾ ഈ ഒരു ഈക്വേഷൻ നമുക്ക് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും റിഡ്യൂസിങ് ദ നമ്പർ ഓഫ് ലൂമിനാർ. അപ്പോൾ നമുക്ക് ലാമ്പിൻ്റെ എണ്ണം കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ ഈ ഡിനോമിനേറ്ററിൽ വരുന്ന വാല്യൂസിൻ്റെ വാല്യൂ കൂട്ടണം നന്നായിട്ട്. അതായത് അത് കൂടി വന്നാലാണ് നമുക്ക് എന്ത് സംഭവിക്കുള്ള ലാമ്പിൻ്റെ എണ്ണം കുറയുള്ളൂ. ദ ലോവർ നമ്പർ ഓഫ് ലൂമിനേഴ്സ് ആൻഡ് ദ ലെസ്സർ പവർ വിൽ ബി കൺസ്യൂംഡ്. അപ്പോൾ അതുകൊണ്ടാണ് ലോവർ നമ്പർ ഓഫ് ലൂമിനേഴ്സ് നമ്മൾ ഉപയോഗിക്കാൻ കാരണം. അതായത് ലൂമിനാറിൻ്റെ എണ്ണം കുറയുമ്പോൾ ലാമ്പിൻ്റെ എണ്ണം കുറയുമ്പോൾ അത്രയും വാട്ട്സ് നമ്മൾ വലിക്കുന്നത് കുറയും. അപ്പോൾ അത് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് a lighting designer must work therefore look at all the aspects of the luminous section to determine which will offer the highest value of 3 critical factors. അപ്പോൾ ഈ 3 ഫാക്ടേഴ്സ് നോക്കി കറക്റ്റായിട്ട് ചൂസ് ചെയ്യണം നമ്മുടെ ഡിസൈനർ. ഓക്കെ, അത് ഡിസൈനറിൻ്റെ ഒരു കഴിവാണ്. ഓക്കെ, അപ്പോൾ N = A × E / L × CU × LLF. ഇതാണ് നമുക്ക് വരുന്ന നമ്പർ ഓഫ് ലൂമിനാറുടെ ഈക്വേഷൻ വരുന്നത്. അപ്പോൾ രണ്ടൊന്ന് ടേംസ് നമുക്ക് നോക്കാം. എന്താണ് ലൂമിൻ എന്ന് പറയുന്നത്? ദ ഓൺലി വേ ഓഫ് ഒബ്റ്റെയിനിങ് മാക്സിമം ലൂമിന ഈസ് ദ പ്രോപ്പർ സെലക്ഷൻ ഓഫ് ദ ലൈറ്റ്. അപ്പോൾ പ്രോപ്പർ സെലക്ഷൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള ഔട്ട്പുട്ട് കിട്ടും. ലാർജസ്റ്റ് ലൂമിന പ്രൊഡ്യൂസിങ് സോഴ്സ് അപ്പിയേഴ്സ് ടു ബി ഇമ്മീഡിയറ്റ് ചോയ്സ്, ബട്ട് ദർ ഷുഡ് ബി നോട്ട് ഓൺലി ഇൻ വൺ ക്രൈറ്റീരിയ. അത് നമുക്ക് കൂടുതൽ വെളിച്ചം കിട്ടാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ലൂമിനുള്ള ബൾബ് സെലക്ട് ചെയ്തിട്ട് കാര്യമില്ല. കാരണം പലതരം ലാമ്പ്സ് ഉണ്ട്. അപ്പോൾ ലൂമിന് കൂടിയ ലാമ്പിന് കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ നമുക്കിത് പറ്റുമോ നോക്കിയിട്ടൊക്കെ വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് കളർ റെൻഡറിങ്, ഇതിൻ്റെ മെയിൻ്റെനൻസ്, അതിൻ്റെ ലൈഫ്, കോസ്റ്റ്, ഇതൊക്കെ നമുക്ക് മാച്ച് ചെയ്ത് വരാൻ മാത്രമേ കാര്യമുള്ളൂ. ഇപ്പോൾ ലൂമിന് കൂടിയ ലാമ്പിന് ഭയങ്കര റേറ്റ് ആയിരിക്കും, നമുക്ക് ചിലപ്പോൾ വയ്ക്കാൻ പറ്റണമെന്നുണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഇത് മാത്രം ആവരുത് നമ്മൾ സെലക്ട് ചെയ്യുന്ന ലാമ്പിൻ്റെ ക്രൈറ്റീരിയ. കളർ റെൻഡറിങ്, ലൂമിന് മെയിൻ്റെനൻസ്, ലൈഫ്, കോസ്റ്റ്, ഇതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. The surface reflectance and the room properties will also mark the effect of the coefficient of utilization values. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്ന ലാമ്പിനെ മാത്രം നോക്കിയിട്ട് കാര്യമില്ല, നമ്മുടെ റൂമും റിഫ്ലക്റ്റൻസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടിരിക്കും അതിൻ്റെ സംഭവം എന്ന് പറയുന്നത്. ഓക്കെ, അതായത് കോഫിഷ്യൻ്റ് ഓഫ് യൂട്ടിലൈസേഷൻ. അപ്പോൾ ഡിപ്പെൻഡ് ഇപ്പോൾ വലിയ റൂം, ചെറിയ റൂം, മീഡിയം റൂം, അതേപോലെ തന്നെ റിഫ്ലക്റ്റൻസ്, നമ്മൾ അടിച്ചിരിക്കുന്ന പെയിൻറ്റിൻ്റെ കളർ, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഡിപ്പെൻഡ് ചെയ്യും കോഫിഷ്യൻ്റ് ഓഫ് യൂട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. ലൈറ്റ് ലോസ് ഫാക്ടർ LLF എന്ന ഷോർട്ട് ഫോമിൽ പറയും, നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. പീരിയോഡിക് ഷെഡ്യൂൾ ആൻഡ് അപ്രോപ്രിയേറ്റ് മെയിൻ്റനൻസ് ഈസ് വെരി എസെൻഷ്യൽ ഇൻ മെയിൻറ്റെയിനിങ് ദ ഇനീഷ്യൽ ലെവൽ. അത് നമ്മൾ ആദ്യം പണ്ട് കിട്ടിയെന്ന പോലെ ലാമ്പ് കത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്നും കറക്റ്റായിട്ട് മെയിൻ്റനൻസ് നമ്മൾ ചെയ്തിട്ട് പോകണം.
An LLF would not be required if light output remains constant throughout the useful life. അപ്പോൾ LLFിൻ്റെ ആവശ്യം ശരിക്കില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ LLFിൻ്റെ ആവശ്യമില്ല എന്ന് പറയുന്നത് ഇതാണ്. അതായത് നമുക്ക് ത്രൂ ഔട്ട് ലൈഫ് ടൈം അതായത് ഒറ്റ പൊടിയും സംഭവങ്ങളൊന്നും വരില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ എന്തായാലും നമുക്ക് പൊടി വരും നമുക്കറിയാം. അപ്പോൾ എന്തായാലും നമ്മൾ മെയിൻ്റനൻസ് ചെയ്യേണ്ടി വരും. However, the inherent light loss characteristics of the luminaire and unfavorable ambient conditions will force the net output of to deteriorate with time. അപ്പോൾ സമയം കൂടുന്നതനുസരിച്ച് നമ്മുടെ ഈ ഒരു വാല്യൂ ഉണ്ടല്ലോ, അതായത് ഡർട്ടും കാര്യങ്ങളൊക്കെ അളവ് കൂടി വരാൻ ചാൻസസ് വളരെയധികം കൂടുതലാണ്. An LLF is introduced in lighting calculations to make up for expected loss of light in the lighting system. അപ്പോൾ LLF നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത് ഈ ഒരു സംഭവം മേക്കപ്പ് ചെയ്യാനാണ്. അതായത് നമ്മുടെ ഡിറ്റീരിയേഷൻ ടൈം കൂടുന്നതനുസരിച്ചിട്ട് നമ്മുടെ ആംബിയൻ കണ്ടീഷൻസ് കാര്യങ്ങളൊക്കെ മാറുന്നതനുസരിച്ചും നമ്മുടെ ഡർട്ടും കാര്യങ്ങളൊക്കെ മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ആ ഒരു വാല്യൂ കൂടി നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ LLF എന്ന് പറഞ്ഞ ഫാക്ടർ നമ്മൾ കാൽക്കുലേഷനിൽ ഉൾപ്പെടുത്തുന്ന മെയിൻ റീസൺ എന്ന് പറയുന്നത്. ആൻഡ് LLF ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ലൈറ്റിംഗ് കാൽക്കുലേഷൻ ടു മേക്ക് അപ്പ് ഫോർ എക്സ്പെക്റ്റഡ് ലോസസ് ഓഫ് ലൈറ്റ്സ്. അപ്പോൾ ഡർട്ട് ഉപയോഗിച്ച് മാത്രമല്ല ലോസസ് വരണം, ബാക്കി കുറച്ച് ഇപ്പോൾ പ്രശ്നങ്ങൾ കൊണ്ടും ലോസസ് വരാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ അതും കൂടി ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ലൈറ്റ് ലോസ് ഫാക്ടർ എന്ന പേര് കൊടുത്തിട്ട് ആ ഒരു LLF എന്ന് പറയുന്ന ടേമിനെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ കാരണം. അപ്പോൾ ഈ LLFിൻ്റെ ബാക്ക് നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റണമെന്നില്ല. ഓക്കെ, സോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 2 ടൈപ്പ് കാൽക്കുലേഷൻസിനെ കുറിച്ചാണ് പറഞ്ഞത്. അതായത് നമ്മുടെ ഇപ്പോൾ ലൈറ്റിംഗ് കാൽക്കുലേഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ് നമ്മളെന്ന് പറഞ്ഞത്. അതായത് പോയിന്റ് ബൈ പോയിന്റ് മെത്തേഡ് വെച്ച് എങ്ങനെ കാൽക്കുലേഷൻ ചെയ്യേണ്ടാവും, അതേപോലെ തന്നെ ആവറേജ് ലൂമിന മെത്തേഡ് വെച്ചിട്ട് എങ്ങനെ കാൽക്കുലേഷൻ ചെയ്യേണ്ടാവും എന്നതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതേപോലെ തുടർച്ചയായിട്ട് വീഡിയോ കിട്ടാൻ വേണ്ടിയിട്ട് എന്തായാലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ടു ഗെറ്റ് മോർ വീഡിയോസ് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുകയാണെങ്കിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പോൾ അതിനൊക്കെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. സീ യു ഓൾ ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ വിത്ത് അനദർ ടോപ്പിക്.